Okay. What's up guys? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ബേസിക് ആൻഡ് വാം അപ്പ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് വന്ന കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2, അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ നമ്മുടെ സ്പ്ലിറ്റ് അപ്പ് കൂടാൻ വേണ്ടിയുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാർട്ട് 2 സ്ട്രെച്ചിങ് ആണ്. അതായത് വാം അപ്പ് സ്ട്രെച്ചിങ് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന സ്ട്രെച്ചിങ് ഒക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വാമപ്പ് എക്സസൈസും വാമപ്പ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബോഡി വാമപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിധ ഗുണമില്ല. ഇനി അഥവാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇഞ്ചുറീസ് മസിൽസിനൊക്കെ കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ വരുള്ളൂ. അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കൂടുതൽ ബെസ്റ്റ്. ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ പിൻ ചെയ്യാം, അടുത്ത ഭാഗത്ത് ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് കാഫ് സ്ട്രെച്ച് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡി? ഇതാണ് നമ്മുടെ സ്ട്രെച്ച് പൊസിഷൻ. ഇതിൽ നമ്മൾ ബാക്കിലിരിക്കുന്ന ലെഗ് ഇതേപോലെ മുട്ടുകാല് ഫ്ലോർ ടച്ച് ചെയ്യുക, ഇവിടെ സ്ട്രെച്ച് ആയിട്ടിരിക്കുക. ഫ്രണ്ടിലെ ലെഗും ഇതേപോലെ ബെൻഡ് ചെയ്തിരിക്കുക. ഇതിൽ ഈ പോർഷനിൽ തന്നെ 2 കൗണ്ട്സിൽ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കൗണ്ട് 1 നമ്മളിതേപോലെ ഫ്രണ്ടിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ തൈസിൻ്റെ വെയിൻസ് ഒക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇതിൽ ചെസ്റ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. 2 ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലുള്ള ലെഗ്, അതായത് ഫ്രണ്ടിൽ വെക്കുന്ന ലെഗ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ബാക്ക്. ദെൻ 1 മോർ ടൈം 1 2 ബാക്ക്. ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മാക്സിമം സ്ട്രെച്ചിങ് നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെഗ് നമുക്ക് മാക്സിമം ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിൻസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സ്ട്രെച്ചിങ് ആവും. ഇത് നമ്മൾ നോർമൽ പൊസിഷനിൽ ഇരുന്ന് കൂടുതൽ സിമ്പിളായി എന്ന് തോന്നിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറന്നാൽ മതി. ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ സ്ട്രെച്ചിങ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതേപോലെ ഇരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ 2 പാമ്പും ഇതേപോലെ അടുപ്പിച്ച് വെക്കുകയാണ്. അതായത് നമസ്കാരം എന്ന് പറയും പോലെ നമ്മൾ ഫ്ലോറിൽ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ 2 കാലും മാക്സിമം നമ്മുടെ സീറ്റിന് അടുപ്പിച്ചേക്ക് വെക്കുക. എന്നിട്ട് ഈ 2 കൈ കൊണ്ടും നമ്മുടെ അപ്പം വിരൽ തംസിന് മാക്സിമം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ 2 പാർട്ട് നമ്മൾ ഇതേപോലെ ബട്ടർഫ്ലൈ എങ്ങനെയാണോ ചിറക് അടിക്കുന്നത് അതേപോലെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടത്. ഇതൊരു 1 to 30 seconds ആണ് നമ്മൾ ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വെക്കേണ്ടത്. റെഡി? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു ലെഗ്, ലെഫ്റ്റ് ഓർ റൈറ്റ്, നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇയാളുടെ ലെഫ്റ്റ് ലെഗാണ്. അപ്പോൾ ലെഫ്റ്റ് ലെഗ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നു. ഈ കാല് ഇതേപോലെ ഇവിടെ വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാലിൻ്റെ അപ്പം വിരലിലേക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ മൂക്ക് ഇയാളുടെ മുട്ടുകാലിൻ്റെ അവിടേക്ക് ടച്ച് ചെയ്യാണ്. ഓക്കെ, സെറ്റ്. അപ്പ്. 1 more 1 അപ്പ്. ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഈ മുട്ടുകാൽ ഒരിക്കലും ഇവിടുന്ന് പൊങ്ങാൻ പാടില്ല, അതായത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഈ കാല് മാക്സിമം നമ്മുടെ ഗ്രോയിൻ പാർട്ടിൻ്റെ അവിടേക്ക് അടുപ്പിച്ച് വെക്കണം. ഇതേപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് ലെഗ്
1 up 2 up. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 1 to 10 കൗണ്ട്സ് ആണ്. അതായത് ഒരു ലെഗ് 1 to 10, മറ്റേ ലെഗ് 1 to 10. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്ട്രെച്ചിങ്ങിലേക്ക് പോവാണ്. അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കാലും സ്ട്രെയിറ്റ് ആയിട്ട് നൂർത്തി വെക്കുക. മാക്സിമം ബാക്കോട്ടേക്ക് ആയിരിക്കണം, ഫ്രണ്ടോട്ടേക്ക് ആവരുത്. എന്നാൽ മാത്രമേ ഇതിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നേരത്തെ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത എക്സസൈസ് പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തത് ഒരു പാർട്ടിലേക്ക് മാത്രമായിരുന്നു. ഇത് നമ്മുടെ രണ്ട് പാർട്ടിലേക്കും ഈച്ച് സൈഡ് വരും. അതായത് കാണിക്കാം. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ രണ്ട് മുട്ടുകാലുകളും ഒരിക്കലും നമ്മുടെ പൊന്തിരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നട്ടിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, അതായത് ഒടിഞ്ഞിരിക്കാൻ പാടില്ല. ഇത് ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുട്ടുകാല് പൊന്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധ ഗുണം നമുക്കില്ല, സ്ട്രെച്ചിങ് നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. ഇനി ഈ പൊസിഷനിൽ തന്നെ നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ടച്ചാണ്. അതായത് ഇതേപോലെ ഇരുന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് മാക്സിമം നട്ടിലൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഫ്ലോറിലേക്ക് കിടക്കുന്ന എക്സസൈസാണ്. ഓക്കെ, 1 up 2 up. ഈ എക്സസൈസും 1 to 10 കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ എക്സസൈസ് എല്ലാം നമ്മൾ മുന്നേ ചെയ്ത വാമപ്പ് എക്സസൈസിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇതിൽ വരുന്ന അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ ചെയ്ത എക്സസൈസ് തന്നെ എക്സസൈസിൻ്റെ വേറൊരു രൂപമാണ്. അതായത് നമ്മുടെ മുന്നേ ഒരു ഹിപ്പിന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നട്ടലിനൊക്കെ നമ്മുടെ പെയിൻ റിലീഫിനൊക്കെ ഉപയോഗിക്കുന്ന എക്സസൈസാണിത്. ഇത് നമ്മൾ ഇരുന്നുകൊണ്ട് സിറ്റിംഗ് പൊസിഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കാലും ഈ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നൂർത്തി വെക്കുക. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ നട്ടല്, ഹിപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം റിലാക്സ് ആക്കി കൊടുക്കുക. ഒരിക്കലും നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ സ്ട്രെയിൻ വരും, പിന്നീട് അത് വേദനയിലേക്ക് മാറും. അപ്പോൾ മാക്സിമം റിലാക്സ് ചെയ്ത് മാക്സിമം ബ്രീത്തിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, 1. ഇത് ചെയ്യുമ്പോൾ ബാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കോ അല്ലെങ്കിൽ ചെസ്റ്റോ, മാക്സിമം ചെസ്റ്റ് തട്ടിക്കാൻ നോക്കുക. ഇനി തട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മൂക്കാണ് തട്ടിക്കേണ്ടത്. 2 ബാക്ക്. ഇതും ഒരു 1 to 10 കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ചെയ്ത സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെയ്ത എക്സസൈസ് എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വാമപ്പ് സെക്ഷനും വാമപ്പ് എക്സസൈസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ കുറിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എക്സസൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്ക്രീനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്സിൻ്റെ വീഡിയോസൊക്കെ ഓൺ ദ വേ ആണ്. ഞങ്ങൾ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആവുന്നതാണ്. പിന്നെ 2 പേർക്കും ജോലീൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റ് ആവുന്നതാണ്. ഉടനെ തന്നെ വരും. അപ്പോൾ കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് അപ്പോൾ ബൈ പറഞ്ഞാലോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.